CPM-ൽ പിണറായിസത്തിന് വലിയ തിരിച്ചടി നേരിടുന്നതായിട്ടാണ് ഇപ്പം വരുന്ന റിപ്പോർട്ടുകൾ. അത് എത്രത്തോളം ശരിയാണെന്ന് അറിഞ്ഞൂടാ. എന്നാൽ MA ബേബിയോട് കൂടുതൽ നേതാക്കൾ അടുക്കുന്നു എന്നുള്ളതാണ്. പിണറായി വിജയൻ്റെ അടുത്ത് നിന്ന കൂടുതൽ നേതാക്കൾ MA ബേബിയോട് അടുത്ത് വരുന്നു. അങ്ങനെ MA ബേബി ഒരു ശക്തനായി മാറുമെന്നും അതിൻ്റെ പ്രതിഫലനം അടുത്ത വിശാല സംസ്ഥാന സമിതിയിൽ സെപ്റ്റംബറിൽ നടക്കുന്ന വിശാല സംസ്ഥാന സമിതിയിൽ പ്രതിഫലിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ പ്രതിഫലിച്ചാൽ MV ഗോവിന്ദനെ പോലും മാറ്റും എന്നുള്ള സൂചനകളാണ് വരുന്നത്. അതെ, എനിക്ക് തോന്നുന്നു ട്രോളായിട്ടാണെങ്കിൽ പോലും പലരും പറയുന്ന ഒരു കാര്യമുണ്ട്. MV ഗോവിന്ദൻ അടക്കം പിണറായിക്ക് എതിരാണ്. അപ്പം MV ഗോവിന്ദൻ മനഃപൂർവ്വമായിട്ട് ഭാര്യയെ കൊണ്ടുവന്ന് ഈ പറയുന്ന കൂത്തുപറമ്പിൽ നിർത്തുകയായിരുന്നു എന്നാണ്, തളിപ്പറമ്പിൽ നിർത്തുകയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പക്ഷേ അത് ശരിയായിരിക്കും. കാരണം MV ഗോവിന്ദൻ ഇപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ചായിരുന്നു. കഴിഞ്ഞ ദിവസം അവിടെ മീറ്റിംഗ് വിളിച്ചിട്ട് അദ്ദേഹം വേറെ വായി വന്ന ഏതാണ്ടൊക്കെ വിളിച്ച് പറഞ്ഞു. അല്ല, MV ഗോവിന്ദൻ ഭാര്യയെ നിർത്തിയത് ഒരിക്കലും തോപ്പിക്കാനല്ല, ജയിപ്പിക്കണം, ആത്മാർത്ഥമായി ജയിപ്പിക്കണം. ട്രോളാണ്. തളിപ്പറമ്പിലെ രാജാവ് ഞാനാണെന്ന് സന്ദേശം കൊടുക്കാനാണ്. പുള്ളിക്ക് MV ഗോവിന്ദനെ സംബന്ധിച്ച് കേരളം എന്ന് പറയുന്ന ഒരു വലിയ ഭൂപ്രദേശത്തെ പറ്റി അദ്ദേഹം ചിന്തിക്കുന്നില്ല. തളിപ്പറമ്പിലേക്ക് ചുരുങ്ങിയ മനസ്സാണ് എന്നും MV ഗോവിന്ദനുള്ളത്. തളിപ്പറമ്പിലെ നേതാവായിട്ട് അറിയപ്പെടാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ ഇത് നഗരസഭ ചെയർപേഴ്സൺ ആയിരുന്നു. അപ്പോൾ അവരുടെ കയ്യിലാണ്. ഗോവിന്ദൻ വിചാരിക്കുന്ന മാത്രം അവിടെ നടക്കാവൂ എന്ന് വിചാരിക്കുന്ന ഇതാണ് അവിടെ നടക്കുന്നത്. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഭാര്യയെ നിർത്തിയത്. പക്ഷേ TK ഗോവിന്ദനാണ് ആ മേഖലയിൽ കരുത്തെന്ന് TK ഗോവിന്ദൻ തെളിയിച്ചു. MV ഗോവിന്ദൻ അല്ല, TK ഗോവിന്ദനാണ് തളിപ്പറമ്പിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന് TK ഗോവിന്ദൻ തെളിയിച്ചു. അത് പിണറായി വിജയൻ തന്നെ MV ഗോവിന്ദന് ഒരു ഘട്ടത്തിൽ സൂചന കൊടുത്തിരുന്നു. TK ഗോവിന്ദൻ ചെറിയ നേതാവല്ല, അദ്ദേഹം ഒരു നേതാവാണ് എന്ന് പിണറായി വിജയൻ തന്നെ പറഞ്ഞിരുന്നു. ആ ഘട്ടത്തിലെങ്കിലും എനിക്ക് തോന്നുന്നു നോമിനേഷൻ പിൻവലിക്കുന്നതിന് മുമ്പാണ്. ആ ഘട്ടത്തിലെങ്കിലും MV ഗോവിന്ദനെ ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നെങ്കിൽ ഭാര്യ നോക്കൂലായിരുന്നു, അവിടെ CPM ജയിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അപ്പോഴും MV ഗോവിന്ദൻ എൻ്റെ ഭാര്യയെ തന്നെ നിർത്തണം എന്ന് പറഞ്ഞ് നിലപാടെടുത്തു. കാര്യം പിണറായി വിജയൻ ബാക്കിയുള്ള എല്ലാ സീറ്റുകളിലും പുള്ളിയുടെ സ്ഥാനാർത്ഥികളെ നിർത്താൻ വേണ്ടി നിർബന്ധവും കടുംപിടുത്തവും അങ്ങനെ പല സ്ഥാനാർത്ഥി നിർണ്ണയങ്ങൾ പലയിടത്തും പാളി. അങ്ങനെ ചെയ്യുമ്പം MV ഗോവിന്ദൻ തളിപ്പറമ്പിൽ എനിക്ക് എന്നെ വേണം എന്ന് നിലപാടെടുത്തതിൻ്റെ ഫലമാണ് തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം. എന്തായാലും MV ഗോവിന്ദൻ തന്നെ പിണറായി വിജയനെ ന്യായീകരിക്കാൻ വേണ്ടി കോഴിക്കോട്ട് ഇറങ്ങി, പക്ഷെ പൊളിഞ്ഞുപോയി. റിയാസ് പോലും ഇറങ്ങിപ്പോയി. അങ്ങനെ വലിയൊരു ക്ഷീണം ഉണ്ടായി. അല്ല, മൊത്തത്തിൽ ഈ പാർട്ടിക്കകത്ത് ഇപ്പം പ്രതിഷേധങ്ങൾ കനക്കുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും സംഘടിതമല്ല, ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്. ഇപ്പം MA ബേബിക്കും തോമസ് ഐസക്കിനും ഇപ്പം M സ്വരാജിനും അതുപോലെ പുത്തലത്ത് ദിനേശനും ഒക്കെ സ്വന്തമായിട്ട് അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ അവർ പുറത്ത് പറയുന്ന അഭിപ്രായം അല്ല അവരുടെ ഉള്ളിലുള്ളത്. ഇപ്പം നമുക്കറിയാം, കള്ളൻ വിജയൻ ലേഖനം വന്നു, അജയനെ പുറത്തുവാക്കി, പത്രാധിപരായിട്ട് MR രാജയനെ രാജിവെച്ചു, അയാൾക്ക് രാജിവെക്കേണ്ടതായിട്ടും വന്നു. അപ്പോൾ ഇതിനകത്ത് ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ എങ്ങും ഒന്നും കാര്യങ്ങൾ ശരിയല്ല. അതായത് CPM-ൽ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു തിരുവനന്തപുരത്തെ നേതാവ് പറഞ്ഞു, CPM-ൽ ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം വൽക്കരണം നടക്കുന്നുണ്ടെന്നാണ് അവരെല്ലാം. തിരുവനന്തപുരത്ത് വൽക്കരണം നടക്കുന്നു. ഇതിന് AA റഹീമിനെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് ഈ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട പല നേതാക്കളുടെയും പരാതി. ഇത് റിയാസാണ് ജയിപ്പിക്കുന്നത്. അത് പാർട്ടി എങ്ങനെ പോയാലും കുഴപ്പമില്ല, ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കണം എന്ന ഒരു ചിന്തയിൽ മാത്രം നടത്തുന്ന ഒരു വൽക്കരണമാണ് ഇത്. ഇപ്പം ഞാൻ അത് അന്വേഷിച്ചായിരുന്നു. ചില ഒരു വാർത്ത വന്നായിരുന്നു ഈ അടുത്ത കാലത്ത്. ഈ കടകംപള്ളി സുരേന്ദ്രൻ ജില്ലാ സെക്രട്ടറിക്കെതിരെ പൊട്ടിത്തെറിച്ചു എന്നാണ് ആ വാർത്ത. അതായത് ജില്ലാ സെക്രട്ടറിയോട് ഒരാൾ വന്നിട്ട് ജില്ലാ സെക്രട്ടറി തിരുവനന്തപുരത്തെ ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്നും 10 ലക്ഷം രൂപ വാങ്ങിച്ചു എന്നൊരു ആരോപണം ഉയർന്നെന്നും ഇത് കടകംപള്ളി ജില്ലാ സെക്രട്ടറി ചോദിച്ചെന്നും ഇത് വലിയ വഴക്കായെന്നുമാണ് വാർത്തകൾ വന്നതും പ്രചരണം വന്നു. അപ്പോൾ അതിനെപ്പറ്റി ഞാനൊന്ന് അന്വേഷിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, കടകംപള്ളി സുരേന്ദ്രനോട് ഒരു വിശ്വസ്തൻ വന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ട പാടി ഇത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി കടകംപള്ളി ഈ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഫോൺ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടില്ല. അത് അദ്ദേഹം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി വിളിച്ച് ചോദിച്ചതാണ്. അപ്പോൾ ഈ കടകംപള്ളി ചോദിച്ച കാര്യം ഈ വ്യക്തി ജില്ലാ സെക്രട്ടറിയോട് പറഞ്ഞു, ജോയിയോട് പറഞ്ഞു. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം നടന്നപ്പോൾ ജോയി പറഞ്ഞു, സഖാവിന് എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കണമായിരുന്നു, ജില്ലാ കമ്മിറ്റിയിൽ പോലും ഇല്ലാത്ത മറ്റേ പുള്ളിയോട് ചോദിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ കടകംപള്ളി പറഞ്ഞു, അത് ഞാൻ വ്യക്തത വരുത്താൻ വേണ്ടി ചോദിച്ചതാണ്. ഓക്കെ, അവിടെ തീർന്നു. പക്ഷെ അത് വാർത്തയായി വന്നത് ഇങ്ങനെ അല്ല. വാർത്ത ഇവർ തമ്മിൽ അടികൂടി. ശിവൻകുട്ടി പറഞ്ഞു എന്തിനാണ് ചോദിച്ചു. ശിവൻകുട്ടി ഈ വിഷയത്തിൽ മിണ്ടിയിട്ടേ ഇല്ല എന്നാണ് എൻ്റെ അടുത്ത് ആ ജില്ലാ സെക്രട്ടറി തന്നെ ഒരാൾ പറഞ്ഞത്. വാർത്ത വന്ന് ഞെട്ടിപ്പോയി. പക്ഷെ
വാർത്ത വന്നതിന് ശേഷം ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഇത് വലിയ ചർച്ചയായി. ഈ വാർത്ത ഭയങ്കര പൊട്ടിത്തെറിയുടെ വക്കീലെത്തി എന്ന് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം ഒരുതരം വൽക്കരണം നടക്കുന്നു. എങ്ങനെയെങ്കിലും ഇപ്പോഴുള്ള മുതിർന്ന നേതാക്കളെല്ലാം ഇല്ലായ്മ ചെയ്യുക. കാരണം എല്ലാവരെയും ഇല്ലായ്മ ചെയ്തെങ്കിലേ റിയാസ് അദ്ദേഹം ഉദ്ദേശിക്കുന്നിടത്ത് ചെന്നെത്താൻ സാധിക്കുകയുള്ളൂ. അതൊന്ന്. രണ്ടാമത്തെ വിഷയം എം.എ. ബേബിയുടെ നേതൃത്വത്തിൽ വലിയ ഒരു രഹസ്യ നീക്കം നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എം.എ. ബേബി പിന്നെ EMSനെ കിഴവൻ എന്ന് വിളിച്ച ആളാണെന്നാണ് പ്രചരിപ്പിക്കുന്നത്. കാര്യം സുശീല ഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ EMSന് പറ്റാത്തത് അദ്ദേഹം ഒരു കിഴവനാണ് എന്ന തരത്തിൽ അദ്ദേഹം പ്രതികരിച്ചു എന്നാണ് അതാണ് ആരോപണങ്ങൾ പലയിടത്തും വരുന്നത്. എന്താണെങ്കിലും ശരി, പാർട്ടിക്കുള്ളിൽ ശക്തമായ ഒരു പിണറായി വിരോധമുണ്ട്. പക്ഷേ എല്ലാവർക്കും അതൊരു സംഘടിത ശബ്ദമായിട്ട് നിന്നുകൊണ്ട് പിണറായിയുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഇപ്പോഴും ഭയമുണ്ട്. അല്ല, സംഘടിത ശബ്ദമായി മാറുമെന്ന് തന്നെയാണ് പലരും പറയുന്നത്. കാര്യം ഈ 75 വയസ്സാകുന്നവരെല്ലാം റിട്ടയർമെന്റിന്റെ മൂഡിലാണ്. ഞാൻ തിരുവനന്തപുരം ജില്ല എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലയെ പറ്റി നമുക്ക് കൂടുതൽ അറിയാവുന്നതുകൊണ്ട്. ഇപ്പൊ ആനാവൂർ നാഗപ്പനായിരുന്നു കഴിഞ്ഞ സമ്മേളനം വരെ തിരുവനന്തപുരം ജില്ലയെ നിയന്ത്രിച്ചിരുന്നത്. പെട്ടെന്ന് 75 വയസ്സിന്റെ മാനദണ്ഡത്തിൽ ആനാവൂർ നാഗപ്പൻ പോകുന്നു. ഇപ്പൊ ആനാവൂർ നാഗപ്പൻ തിരുവനന്തപുരത്തൊന്നും അല്ല, ഒരു കപ്പാസിറ്റി ഉള്ള ഒരു ലീഡർ അല്ല CPMന്. കാര്യം അദ്ദേഹം പുറത്തുപോയി. ഇത് തന്നെയാണ് ആലപ്പുഴയിൽ G. സുധാകരന് സംഭവിച്ചത്. ആലപ്പുഴയിൽ G. സുധാകരൻ 75-ാമത്തെ വയസ്സിൽ പുറത്താകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ G. സുധാകരനെ തഴഞ്ഞിരുന്നു. അതിന്റെ പ്രതിഫലനമാണ് ഇപ്പം അവിടെ നടന്നതും G. സുധാകരൻ മത്സരിക്കുന്നതല്ല. G. സുധാകരനെ ഒരിക്കലും അംഗീകരിക്കാത്ത തലത്തിലേക്ക് എത്തി. കാര്യം അവർക്കറിയാം 75 വയസ്സാകുമ്പോൾ ഇങ്ങേര് പോകും, പിന്നെ എന്തിനാ ഇങ്ങേര്, അങ്ങനെ ഒരു മെന്റാലിറ്റി സഹാക്കൾക്കുണ്ടായി. ഇപ്പം തിരുവനന്തപുരത്തെ 2 പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണ്? M. വിജയകുമാറും കടകം വിളിച്ചിട്ടുണ്ട്. മുഴുവൻ സഹാക്കൾക്കും അറിയാം അവർക്ക് അടുത്ത സമ്മേളനത്തിൽ 75 വയസ്സാവുമെന്ന്. അപ്പൊ ഇവരെ ആരും അംഗീകരിക്കില്ല. കാരണം ഇവര് പോവല്ലോ, പോവാൻ പോകുന്നവരല്ലേ. അപ്പൊ ഈ 75 വയസ്സെന്ന് പറഞ്ഞാൽ മാനദണ്ഡം. മറ്റേന്ന് പറഞ്ഞാൽ സീനിയോറിറ്റി ഒരു വലിയ ഘടകമാണ്. ഒരു സീനിയർ സഹാവിനെ കണ്ടാൽ ബാക്കി എല്ലാവരും അച്ചടക്കത്തിന്റെ ഭാഷയിൽ തന്നെ നിൽക്കും. അപ്പൊ അങ്ങനെയല്ല, സീനിയർ നേതാക്കന അടുത്ത സമ്മേളനത്തിൽ പോകാനുള്ളവരാണല്ലോ. പിന്നെ നമുക്ക് ഇവരെ മൈൻഡ് ചെയ്യാം. അപ്പം ഈ പാർട്ടിയിൽ അച്ചടക്കം കുറയുന്നു, പാർട്ടിയിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ കൂടുന്നു. പിന്നെന്ന് പറഞ്ഞാൽ ഈ പൈസയ്ക്ക് വേണ്ടി പല പല തട്ടിപ്പ് സംഘങ്ങളും ഉണ്ടാവുന്നു. പല കോപ്പറേറ്റീവ് സംഘങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പലരും കരാറുകൾ അടിച്ചെടുക്കുന്നത്. ബാങ്കിന്റെ കരാറ് വരെ വളരെ സജീവമായി അടിച്ചെടുക്കുന്ന തിരുവനന്തപുരത്ത് നേതാക്കളുണ്ടെന്നാണ് പറയുന്നത്, CPM നേതാക്കൾ. അങ്ങനെ എല്ലാ മേഖലയിലും അവര്. പക്ഷെ ഇതൊന്നും നിയന്ത്രിക്കേണ്ടത് എപ്പോഴും മുതിർന്ന നേതാക്കളാണ് നിയന്ത്രിക്കുന്നത്. എന്തുകൊണ്ടാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഒരു എതിർ ശബ്ദം വരാത്തതെന്ന് പറഞ്ഞാൽ അവിടെ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ മുതിർന്ന നേതാവ് ശക്തനായി നിൽക്കുന്നുണ്ടാണ്. ഇപ്പൊ പിണറായി വിജയനെ അടുത്ത സമ്മേളനത്തിൽ പുറത്താക്കുന്നൊരു ചിന്ത വന്നാൽ പിന്നെ പിണറായി വിജയൻ അവിടെ സംസ്ഥാന സമിതിയിൽ എല്ലാം പറയാൻ തുടങ്ങും. പക്ഷെ താഴെ തട്ടിൽ അത് വന്നു. അപ്പം എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ നേതാക്കൾ ഉണ്ടാവുന്നില്ല. ഇപ്പൊ എല്ലാവരും പിൻവാതിലിൽ കൂടെ കയറി വരികയാണ് ഈ വൽക്കരണത്തിന്റെ ഭാഗമായിട്ട്. ഇപ്പം ശരിക്കും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങേരെ ഇപ്പം താഴെ വലിച്ചിടാൻ പറ്റിയൊരു സമയമായിട്ടാണ് ഇപ്പം ബാക്കിയുള്ളവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നിനു പുറകെ ഒന്നായിട്ട് വരികയാണ്. അപ്പം എല്ലാവരും വിചാരിച്ചിരുന്നത് എന്താണ്? ആദ്യം പിണറായി വിജയൻ്റെ മകളുടെ വാടക വീട്ടിൽ റെയ്ഡ് നടക്കുന്നു, പാർട്ടി ഒന്നടങ്കം രക്ഷയ്ക്കെത്തുന്നു. പക്ഷേ അവിടെ അക്രമം നടക്കുന്നു. തൊട്ടു പിന്നാലെ ഇവർ ഇതിൽ നിന്നും പിന്മാറുന്നു. പാർട്ടിയുടെ ഒരു സുരക്ഷിതത്വത്തിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറുന്നു. പാർട്ടി പറയുന്നു മകളുടെ വ്യക്തിപരമായ വിഷയമാണ് ഞങ്ങൾ എടുക്കുന്നത്. പക്ഷെ അതിനുശേഷം വീണ്ടും കുറേ റെയ്ഡുകളും ഈ വീണയെ വിളിച്ചുള്ള ചോദ്യം ചെയ്യലുകളും എല്ലാം നടക്കുന്നു. അപ്പോൾ ആ സമയത്ത് പാർട്ടി പറയുന്നത് എന്താണ്? ഇവർ പാർട്ടിയുടെ ഭാഗമല്ല. പക്ഷെ വീണ്ടും ഇതിപ്പം വരികയും പിണറായി വിജയൻ റിയാസിലേക്ക് ചെല്ലുമ്പോഴേക്കും പാർട്ടി പെട്ടെന്ന് ഇവിടുന്ന് ഒരു പ്രൊട്ടക്ഷൻ്റെ ഒരു വലയമായിട്ട് വരികയാണ്. പക്ഷെ അതിന്റെ ആവശ്യമില്ലെന്ന നിലപാടിലാണ് MAB. കാര്യം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ പണ്ട് പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ലാവ്ലിൻ കേസ് പ്രതിയാവുന്നത്. അന്ന് പാർട്ടിയുടെ നിലപാടെന്ന് പറഞ്ഞാൽ ഒരു കേസിൽ പ്രതിയായാൽ ഭരണപരമായ സ്ഥാനങ്ങളിൽ ഇരിക്കാൻ പാടില്ല. അങ്ങനെയാണ് അദ്ദേഹം അക്കാലത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പൊന്നും മത്സരിക്കാതെ പാർട്ടി സെക്രട്ടറിയായി തുറന്നതും. പിന്നീട് കുറ്റവിമുക്തി നേടിയതിനു ശേഷം, കുറ്റവിമുക്തി അദ്ദേഹത്തെ വിടുതൽ ചെയ്യായിരുന്നു, വിചാരണ കൂടാതെ വിടുതൽ ചെയ്യുകയാണ് ചെയ്തത് ലാവ്ലിൻ കേസ്. ആ പ്രതി അല്ലാതായതിനു ശേഷമാണ് അദ്ദേഹം വീണ്ടും ഇലക്ഷൻ മത്സരിക്കുന്നത്. അതേപോലെയാണ് ഇപ്പം അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. ഈ കേസുകളിൽ എന്തെങ്കിലും നിലപാട് ഉണ്ടായാൽ, അദ്ദേഹത്തിനെതിരായ നിലപാടുണ്ടായാൽ പണ്ടത്തെ CPMന്റെ സ്റ്റാൻഡ് ഭരണപരമായ കാര്യങ്ങളിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഔചിത്യം. പക്ഷെ അത് ചെയ്യുമെന്നുള്ളതാണ്. എന്തായാലും MAB വളരെ ശക്തമായി തന്നെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കാര്യം MABക്ക് അറിയാം ഇനി ദേശീയ തലത്തിൽ ദേശീയ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ഇതിന് ഒരു വലിയ സാധ്യതയുള്ള റോളല്ല. മറ്റേ ടെസ്റ്റ് ഡോസ് ആയിരുന്നു കോഴിക്കോട് നടന്ന യോഗം. ആ യോഗത്തിന് വേണ്ടത്ര പ്രാധാന്യം ഉണ്ടായിട്ടില്ല. ആള് വന്നില്ല. മാത്രമല്ല T. ശശിധരനെ പോലെയുള്ള
മുതിർന്ന CPM-ൻ്റെ നേതാക്കൾ തൃശ്ശൂരിൽ നിന്നുള്ള മുൻ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ഒക്കെ ആയിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഈ പിണറായി വിജയനെ കുത്തി തന്നെയായിരുന്നു പോസ്റ്റ്. അത് മാത്രമല്ല, നോക്കിയാൽ അറിയാം, കേരളത്തിലെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പാലോളി മുഹമ്മദ് കുട്ടിയാണ്. അതെ, ഏറ്റവും കൂടുതൽ പേര് ഇന്നലെ TK ഗോവിന്ദന്റെ വീട്ടിൽ പോയി. അല്ല, TK ഗോവിന്ദന്റെ വീട്ടിലല്ല, PK ശശിയുടെ വീട്ടിൽ പോയി. PK ശശിയുടെ വീട്ടിൽ തിരുവോണ സദ്യ ഉണ്ട്. അത് കാലങ്ങളായി PK ശശിയുടെ വീട്ടിൽ പോയാണ് അദ്ദേഹം തിരുവോണ സദ്യ ഉണ്ണുന്നത്. പക്ഷെ ഇപ്പൊ പാർട്ടി പുറത്താക്കിയതിന് ശേഷം വന്ന ഓണത്തിനും പാലോളി മുഹമ്മദ് കുട്ടി അങ്ങനെ പോവുകയും അത് PK ശശി ഫേസ്ബുക്കിൽ ഇടുകയൊക്കെ ചെയ്യുമ്പം അത് അണികൾക്ക് വലിയൊരു രാഷ്ട്രീയ സന്ദേശമാണ് പാലോളി നൽകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന വൽക്കരണം എന്ന് പറയുന്ന കാലത്ത് പാലോളി കൊടുക്കുന്ന സന്ദേശം എന്ന് പറഞ്ഞാൽ വേറെ വലിയ വലിയ മഹത്തായ സന്ദേശമാണ്. അതായത് PK ശശിയെ ഈ നാട്ടിലുള്ള കോൺഗ്രസ്സുകാരും CPM-മാരും മൊത്തം ഈ തീവ്രതയുടെ പേരിൽ ഇതാക്കിക്കൊണ്ടിരുന്ന ആളാണ്. പക്ഷെ അയാളുടെ ഭാഗത്ത് എന്തൊക്കെയോ ന്യായമുണ്ട് എന്നല്ലേ പാലോളി പറയാണ്. പാലോളി എന്ന് പറഞ്ഞാല് ഏറ്റവും കറക്റ്റായ, ഏറ്റവും നമ്മൾ VS അച്യുതാനന്ദനേക്കാൾ കറക്റ്റായ കമ്മ്യൂണിസ്റ്റ് എന്ന് കരുതുന്ന ആളാണ്. അങ്ങനെ തന്നെ ജീവിച്ച് അങ്ങനെ തന്നെ മരിക്കാൻ ആഗ്രഹിക്കുന്ന പാലോളി ഈ തിരുവോണ നാളിൽ PK ശശിയുടെ വീട്ടിൽ വീണ്ടും വലിയ സന്ദേശമാണ്. ഞാൻ ഇന്നലെ ആ വാർത്ത കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, എടാ പാലോളി മുഹമ്മദ് കുട്ടി ഈ PK ശശിയുടെ വീട്ടിൽ ചെല്ലണമെങ്കിൽ PK ശശിയുടെ ഭാഗത്ത് നന്മയുണ്ട്, PK ശശിയുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് പറയുന്നതാണ്. ഈ തീവ്രത എന്ന് പറയുന്ന കാര്യം അത് അങ്ങനെ ആരും ചർച്ച ചെയ്തിട്ടില്ല ഒരിക്കലും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം PK ശശി ആരെയും പീഡിപ്പിച്ചിട്ടില്ല, ലൈംഗിക പീഡനമൊന്നുമല്ല, ഒരു വാക്ക് കൊണ്ട് പറഞ്ഞാണ്, എന്തോ ഒരു ചീത്ത പറഞ്ഞു, പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ്. പൊട്ടിത്തെറികൾ സ്വാഭാവികമാണ്. ഒരു ലേഡിയെ അയാൾ എന്തോ തെറി പറഞ്ഞു, അത്രയേ ഉള്ളൂ അതിനകത്ത് യഥാർത്ഥ കാര്യം. അതാണ് ഈ PK ശ്രീമതിയൊക്കെ പറയുന്ന തീവ്രത കുറഞ്ഞ പീഡനം എന്ന് പറയുന്നത്. എന്തായാലും പാലോളിയും നൽകുന്ന സന്ദേശം ഒപ്പം ബേബി രണ്ടും കൽപ്പിച്ച് ഇറങ്ങി. അതായത് മുതിർന്ന നേതാക്കൾ ഇപ്പൊ നമുക്ക് തോമസ് ഐസക്, MA ബേബി, ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്നവരെല്ലാം ഒറ്റയ്ക്കാണ് ഇത് കൊടുക്കുന്നത്. ഇവർ പുറത്തൊക്കെ പറയുന്ന കാര്യമല്ല. സാധാരണ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന പ്രധാനപ്പെട്ട കക്ഷി EP ജയരാജനാണ്. EP ജയരാജൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. AK ബാലൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. P ജയരാജൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ പറഞ്ഞല്ലോ ഈ പുകഴ്ത്തുന്നതിനെ കുറിച്ച്, വ്യക്തി ആരാധനയെ കുറിച്ചും അദ്ദേഹം പറഞ്ഞല്ലോ. അദ്ദേഹത്തെ അന്ന് എല്ലാവരും കൂടെ പുകഴ്ത്തി. അപ്പൊ പിണറായി വിജയനെ ഇതുപോലെ പുകഴ്ത്തി, അതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് പുള്ളി പറഞ്ഞു. ഒരു വലിയ മാറ്റം CPM-ൽ ഉണ്ടാകുന്നുണ്ട്. ഇത് എങ്ങനെ കോഴിക്കോട്ടെ സമ്മേളനം, പക്ഷെ ഇവരാർക്കും ഇപ്പോഴും പറയാൻ കഴിയുന്നില്ല രാജാവ് നഗ്നനാണ്. പക്ഷെ അവിടെയാണ് ഈ സംസ്ഥാന സമ്മേളനത്തിലെ ഏറ്റവും വലിയ ചതി. CPM സംസ്ഥാന വിശാല സമ്മേളനത്തിൽ, അതായത് CPM വിശാല സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ വരെ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ. ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ മാത്രം. ഏരിയ സെക്രട്ടറിമാരെയും കൂടെ പങ്കെടുപ്പിച്ചിരുന്നെങ്കിൽ പൂര തെറിയേക്കേണ്ടി വന്നേനെ നേതാക്കൾക്ക്. കാര്യം എന്ന് പറഞ്ഞാൽ തിരുവാതിര നടത്തി, പിണറായിക്ക് അനുകൂലമായി തിരുവാതിര നടത്തി, പിണറായിയെ പുകഴ്ത്തി, പിണറായിയെ കാരണഭൂതനാക്കിയ പാറശാല ഏരിയ സെക്രട്ടറിയാണ് തിരുവനന്തപുരം ജില്ലയിലെ ഏരിയ സമ്മേളനങ്ങളിൽ ഏറ്റവും ശക്തമായി പിണറായിയെ വിമർശിച്ചത്. അങ്ങനെ ഏരിയ തലങ്ങളിൽ നടന്ന എല്ലാ ചർച്ചകളിലും അതിരൂക്ഷ വിമർശനം ജില്ലാ സമ്മേളനങ്ങളെല്ലാം ഉയർത്തിയത് ഈ ഏരിയ നേതാക്കളാണ്. പക്ഷേ ഈ ഏരിയ നേതാക്കളെ ഒന്നും പങ്കെടുപ്പിക്കാതെയാണ് വിശാല സംസ്ഥാന സമിതി ചേരുന്നത്. ഒരുപക്ഷെ ഏരിയ നേതാക്കളെ, ഏരിയ സെക്രട്ടറിയും കൂടെ വന്നിരുന്നെങ്കിൽ, ലോക്കൽ സെക്രട്ടറി ഏരിയ സെക്രട്ടറിയും കൂടെ പങ്കെടുപ്പിക്കേണ്ടതാണ്. കാര്യം ഒരു തോൽവി അതുണ്ടായിരുന്നിരുന്നെങ്കിൽ ഈ സമ്മേളനത്തിന്റെ ജില്ലാ സെക്രട്ടറിയുടെ അംഗങ്ങൾ വരെ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജില്ലാ സെക്രട്ടറിയുടെ അംഗങ്ങൾ വരെ ഉള്ളൂ എന്നാണ് മനസ്സിലായത്. ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പൊ പിന്നെ അത് ഒരു പിണറായിസ്റ്റുകൾ ആയിരിക്കും ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് വരെയുള്ള കാര്യം. കഴിഞ്ഞ ജില്ലാ സെക്രട്ടേറിയറ്റ് പിണറായിയുടെ ആളുകൾ വരെ എത്തിയിട്ടുള്ളൂ. അത് എന്തായാലും പിണറായി വിരുദ്ധർ തക്കം പാർത്തിരിക്കുകയാണ്. EDയുടെ നെക്സ്റ്റ് മൂവ്മെന്റ് എന്താണോ ആ മൂവ്മെന്റിനനുസരിച്ചാവും പിണറായിയുടെ വിധി നിർണ്ണയിക്കുക. എന്തെങ്കിലും ചെറിയ ഒരു കൊള്ളാവുന്ന മൂവ്മെന്റ് ഉണ്ടായാൽ ഉറപ്പായിട്ടും ഇവരെല്ലാം പരസ്യ പ്രസ്താവനയുമായിട്ട് രംഗത്തെത്തും. അതിന് യാതൊരു സംശയവും വേണ്ട. പാർട്ടിക്കകത്ത് വലിയ തോതിലുള്ള എതിർപ്പുണ്ടാവും. ഇപ്പം ഇവരാലോചിച്ച് വെച്ചിരിക്കുന്ന വിശാല സംഗമം ഒക്കെ തന്നെ പിണറായിയുടെ ഈ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി അടിക്കുന്നതിലേക്കായിരിക്കും നീങ്ങുക. CPM-ൻ്റെ ഒരു രക്ഷപ്പെടലിൻ്റെ ഒരു യുഗം അവിടെ ആരംഭിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം.